പാപങ്ങൾ എന്നൊരു സ്വഹാബി അവിടുത്തെ ആ വിടവാങ്ങൽ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുകയാണ്. തിസ്ഉൻ, തങ്ങൾ പറഞ്ഞു 9 എണ്ണമാണ്. അഅ്ളമുഹുന്ന അൽ ഇശ്റാഖു ബില്ലാഹ്, ആ വൻപാപങ്ങളിൽ ഏറ്റവും വലുത്, ഒരിക്കലും ഒരു മുസ്ലിമിൻ ചെയ്യാൻ പാടില്ലാത്തത് അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൻ്റെ സിഫത്തുകളിലോ അള്ളാഹുവിൻ്റെ നാമത്തിലോ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലോ ഒരാളെയും ഒന്നിനെയും പങ്കുചേർക്കാതിരിക്കുക. അള്ളാഹു അലീമാൻ, എല്ലാം അറിയുന്നവനാണ്. അള്ളാഹു ഖദീർ അൽ മുഖ്തദിർ, അൽ ഖാദിറുൽ മുഖ്തദിർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹു അസ്സമീഉൽ ബസീർ, എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ്. അൽ മുഹ്യിൽ മുമീത്, അൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹുവിൻ്റെ അസ്മാഉകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇസ്മ് എന്താണോ അർത്ഥം വെക്കുന്നത് ആ അർത്ഥത്തിൽ അള്ളാഹു ജല്ല ജലാലുവിൻ്റെ അദ്ദാത്തുൽ അലിയ്യു സുബ്ഹാനഹു റബ്ബ് തആലയല്ലാതെ ഒരാളിനോ ഒന്നിനോ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ പോലെയുള്ള സിഫത്തുകൾ ഇല്ല എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഒരാൾ മുഅ്മിനാകുന്നത്. അൽ ഇശ്റാഖു ബില്ലാഹ് വഖത്ലുൽ മുഅ്മിനി ബിഗൈരി ഹഖ്ഖിൻ, അന്യായമായി ഒരാളെ കൊല്ലുന്നത് വൻപാപങ്ങളിൽ പെട്ടതാണെന്ന് നബി തങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ വിഷയം അതാണ്, കൊലപാതകം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വൽ ഫിറാറു മിനസ് സഹഫ്, ഒരു യുദ്ധം നടക്കുമ്പോൾ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നത്. നാലാമത്തേത് വഖദ്ഫുൽ മുഹ്സനാത്ത്, പെണ്ണുങ്ങളെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം പറയുന്നത്. അൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, പതിവ്രതകളായ ചാരിത്രശുദ്ധിയുള്ള സാധുക്കളായ പെണ്ണുങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും വ്യഭിചാര ആരോപണങ്ങൾ പറയുന്നത് വൻപാപമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു വസ്സിഹ്റു, മാരണം ചെയ്യുന്നത്, ചെയ്യിപ്പിക്കുന്നത്. അസൂയ കൊണ്ട്, കുശുമ്പ് കൊണ്ട്, കണ്ടുകൂടായ്മ കൊണ്ട്, പിശാചിന്റെ സേവ ഉപയോഗപ്പെടുത്തി ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നതാണ് സിഹർ എന്ന് പറയുന്നത്. അസ്സിഹ്റു ഹഖ്ഖുൻ, സിഹർ എന്ന് പറയുന്നത് സത്യമാണ്, അത് യാഥാർത്ഥ്യം, അത് ഉള്ള സംഗതി തന്നെയാണ്. വമാ ഹും ബിളാദീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ ഒരു പിശാചിനോ ഒരു മനുഷ്യനോ ഒരു ജന്തുവിനോ ഒരാൾക്കോ ഒരാളെ ഉപദ്രവിക്കാൻ കഴിയൂ. അള്ളാഹുവിൻ്റെ ഇറാദത്ത് വേണം അവിടെ. എന്നാൽ അള്ളാഹു അനുവദിച്ചിട്ടുള്ള, അള്ളാഹു തആല വകവെച്ചു കൊടുത്തിട്ടുള്ള ചില കഴിവുകൾ പിശാചുക്കൾക്കുണ്ട്. ആ പിശാചുക്കൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നു. അള്ളാഹിന്റെ ഖളാ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഉപദ്രവം അവിടെ നടക്കുന്നുള്ളൂ. എന്നാൽ പോലും സിഹർ ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅക്ലു മാലിൽ യതീം, യതീമായ മക്കളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്നത്. എട്ടാമത്തേത് പറഞ്ഞു വഅക്ലു റിബ, പലിശ തിന്നുന്നത്. പലിശ ഇടപാടുകൾ ലാഘവത്തോടുകൂടെ കാണുന്നത്. ഒരു ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇൻട്രസ്റ്റ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വലിയാകുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും അള്ളാഹു നഹി ചെയ്തത്, അരുത് എന്ന് പറഞ്ഞത് ചെയ്യാൻ പാടുള്ളതല്ല. അക്ലുർ റിബ, പലിശ തിന്നുക എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ്. നിസ്സാര വിഷയങ്ങൾക്ക് പെട്ടെന്ന് പോയി ലോൺ എടുക്കുക, പെട്ടെന്ന് ആധാരം പണയം വെക്കുക, വീടിൻ്റെ പേപ്പറുകൾ പണയത്തിൽ, വാഹനം പണയത്തിൽ, ആളുകൾക്കൊരു വിഷയമേ അല്ല. നിസ്കാരം നോമ്പൊക്കെ ജോറാണ്. പക്ഷെ ഈ ബാങ്കിൽ ഇടപാടുകളിൽ പലിശ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്തൊരു വിഷയമേ അല്ലാതെ ഈ ഉമ്മത്ത് ചിന്തിക്കാൻ തുടങ്ങിയാൽ അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങും, യാതൊരു സംശയവുമില്ല. മനുഷ്യന്മാർ ചിന്തിക്കുന്ന എവിടെയാ പലിശച്ചര കുറവ് എന്ന ഓടി നടക്കുക. ആ ബാങ്കിലാണോ കുറവ്, ഈ ബാങ്കിലാണോ കുറവ്, സഹകരണത്തിലാണോ കുറവ്, നിസ്സഹകരണത്തിലാണോ കുറവ്? ഈ ഒരൊറ്റ ചിന്തയെ നമ്മുടെ മുമ്പിലുള്ളൂ. വേണ്ട എന്ന്, എനിക്ക് പലിശ വേണ്ട എന്നൊരു ചിന്ത നമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു നമുക്ക്
ഹറാമല്ലാത്ത വഴിയിലൂടെ പരിഹാരം തരുമായിരുന്നു. പക്ഷെ നമ്മൾ ആ വഴിക്ക് ചിന്തിച്ചില്ല. അതുകൊണ്ട് അല്ലാഹു നമുക്ക് ഹലാലിന്റെ വഴി അടച്ചു വെച്ചു എന്ന് തന്നെ മനസ്സിലാക്കണം. അഖ്ലു റിബ, പലിശ ഇടപാടുകൾ. അവസാനമായി തങ്ങൾ പറഞ്ഞു വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നത്, മാതാപിതാക്കളുടെ മനസ്സിന് ദുഃഖമുണ്ടാക്കുന്നത്, അവർക്ക് വിഷമമുണ്ടാക്കുന്നത് ചെയ്തു കൂട്ടുന്നത്, ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ഇസ്ലാമിന്റെ ഫറായിലുകൾ നിർബന്ധമായും അള്ളാഹു അനുവർത്തിക്കാൻ വേണ്ടി പറഞ്ഞതിനെ നമ്മൾ ചെയ്തു പോരുകയും ചെയ്യുന്ന പക്ഷം അള്ളാഹുവിന്റെ ഔലിയാക്കൾ നിങ്ങളാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വാലിഹീങ്ങളിൽ പെട്ട് ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ.